ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ, വിവരങ്ങൾ മലയാളികൾ കണ്ടത് മാതൃഭൂമി ന്യൂസിലൂടെയായിരുന്നു. സാഹസികമായി ആ ദൃശ്യങ്ങൾ പകർത്തി നിങ്ങളിലേക്ക് എത്തിച്ചത് ക്യാമറാമാൻ ഷിജിൻ നരിപ്പറ്റയും റിപ്പോർട്ടർ KV രാഹുലും ചേർന്നാണ്. ഇരുവരും ആ അനുഭവങ്ങൾ നമ്മളോട് പറയുന്നു. ആ കാട് മൂടി കിടക്കുന്ന സ്ഥലം നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഒരുപാട് സന്തോഷവും അഭിമാനമുള്ള ദിവസമാണിന്ന്. നമ്മുടെ രണ്ടുപേരുടെയും മാധ്യമ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഇത് മാറി. കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കുറ്റവാളി ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ, റിപ്പോർട്ട് തത്സമയം അത് എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല എഫേർട്ട് എടുത്തതിന് ശേഷം കിട്ടിയ ഒരു റിസൾട്ട് കൂടിയാണ് ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റ. അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് വളരെ അവിചാരിതമായി ഡ്യൂട്ടി കിട്ടി വന്ന ആളുകളാണ്. പക്ഷെ നമ്മളിലൂടെ ഈ കുറ്റവാളിയുടെ എല്ലാ ദൃശ്യങ്ങൾ, പോലീസ് പിടികൂടുന്നതൊക്കെ ചിത്രീകരിച്ച് നമുക്ക് നൽകാൻ കഴിഞ്ഞു. എന്താണ് ഒരു ദിവസത്തെക്കുറിച്ച് ചുരുക്കി പറയാൻ പറ്റുക? ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ തന്നെ ഇതുപോലൊരു ദിവസം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഈ ജോലി തുടങ്ങിയതിന് ശേഷം ഇത്രയും കാലത്തിന് ശേഷം ഇതുപോലെ അഭിനന്ദന പ്രവാഹങ്ങളുണ്ടായ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. നമ്മളിത് വരുമ്പോൾ നമുക്ക് വിഷ്വലെടുക്കാൻ കിട്ടും എന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. നമ്മളിങ്ങോട്ട് വരുന്നു, അപ്പോൾ ചിലപ്പോൾ നമ്മളെത്തുന്നതിന് മുമ്പേ പോലീസ് പിടിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് കുറേ ദൂരെ ആയിരിക്കാം. ഇത് വലിയൊരു പ്രദേശമാണല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ മാക്സിമം നല്ല വിഷ്വൽസ് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാടുകളിലൊക്കെ കേന്ദ്രീകരിച്ച് നമ്മൾ ഷൂട്ടിന് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് അതിരി വഴി പോകുമ്പോഴാണ് ഈ ശബ്ദം നമ്മൾ ഈ കിണറിൻ്റെ അടുത്ത് ആ ബിൽഡിങ്ങിൽ അന്ന് ജോലി ചെയ്യുന്ന ഒരാൾ കിണറിൽ ഇയാൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം സൗണ്ടിൽ ശബ്ദം ഉണ്ടാക്കുന്നു. ആ ശബ്ദം നമ്മൾക്കും കേൾക്കാൻ പറ്റുന്ന ദൂരത്തിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ശബ്ദം ഏത് ഭാഗത്താണോ ആ ഭാഗത്തേക്ക് നമ്മളൊന്നും ചിന്തിക്കാതെ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്കൊക്കെ വന്ന് വീട്ടുകാരോടൊക്കെ ചോദിച്ചു, ഇതിലൂടെ പോകുന്ന കണ്ടിരുന്നു. ഇല്ലാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഉറപ്പായി അവിടെ തന്നെ ഉണ്ട്. അതെ 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 ഈ ഇപ്പുറത്തോട്ടൊക്കെ നമ്മൾ ഈ ഭാഗത്തോട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഈ അങ്ങോട്ടേ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു പ്രദേശത്ത് തന്നെയായിരിക്കും. അവിടെ ആളുകൾക്ക് ഒളിഞ്ഞു നിൽക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യമുള്ള ഒരു അന്തരീക്ഷമാണല്ലോ ആ ഭാഗം. അവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഇത് ഇത്രയും പിടിക്കുന്നത് ലൈവായിട്ട് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രതീക്ഷയല്ല. റിപ്പോർട്ടർ ചെറുതായിട്ടൊന്ന് വീണു, കണ്ടിരുന്നോ? അതാണ് റിപ്പോർട്ടർ വീണു എന്നുള്ളത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ബാക്കിൽ ആരൊക്കെ വരുന്നുണ്ടെന്നോ റിപ്പോർട്ടർ പുറകിലുണ്ടോ എന്നോ ഒന്നും നോട്ടമില്ലാത്ത ഓട്ടമാണല്ലോ. പക്ഷെ വീണെന്നുള്ളത് നീ പിന്നെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. തീർച്ചയായും അങ്ങനെയാണ്. ഇത് ഗോവിന്ദചാമി രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച അതേ വഴിയിലൂടെയാണ് നമുക്കും സഞ്ചരിക്കേണ്ടതായി വന്നത്. രണ്ട് മതിൽ, അതുപോലെ ഒരു തോട്, ഇതൊക്കെ ചാടിക്കിടന്നുകൊണ്ടാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ആ ദൃശ്യങ്ങൾ തത്സമയം എത്തിച്ചത്. എന്ത് തന്നെയായാലും നമ്മൾ രണ്ടുപേരെ സംബന്ധിച്ച് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തേത് എന്നുള്ളതാണ്.